ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോർഡ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്സസ് എന്ന ചാപ്റ്ററാണ്. ഇതിൽ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്നാണ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം എന്താണെന്നും അതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? DNA ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആക്കി കട്ട് ചെയ്യുന്നതിനാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ DNA ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റി. ഇതിൽ തന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്യുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റും കാണും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഫ്രാഗ്മെന്റ്സിൽ നിന്ന് നമുക്ക് വേണ്ട DNA ഫ്രാഗ്മെന്റിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. സോ അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് മീനിങ് ഇലക്ട്രിസിറ്റിയുടെ ഹെൽപ്പോട് കൂടി DNA അതിന്റെ സൈസിനും ചാർജിന്റെയും ബേസിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പം ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ഈ ജെല്ല് പ്രിപ്പയർ ചെയ്യണം, അതായത് അഗറോസ് ജെല്ല് പ്രിപ്പയർ ചെയ്യണം. സോ ഫസ്റ്റ് വി നീഡ് ടു മേക്ക് എ ജെൽ. സോ അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ജെല്ല് ഉണ്ടാക്കിയെടുക്കുന്നത് അഗറോസിൽ നിന്നാണ്. അഗറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് പോളിസാക്കറൈഡ് മോളിക്യൂൾ ആണ്. അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് സീവീഡ്സിൽ നിന്നാണ്, ആൽഗകളിൽ നിന്നാണ് ഈ ഒരു അഗറോസ് ജെല്ല് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഈ ജെല്ല് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അഗറോസിനെ ഒരു ഇലക്ട്രോഫോറസിസ് ബഫറിൽ ഡിസോൾവ് ചെയ്യുന്നു. അതായത് നമ്മൾ നോർമലി ഈ ജെല്ലൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെയുള്ള പ്രോസസ്സാണ്. ആദ്യം അതിനെ അഗറോസിനെ എടുത്ത് ഒരു ഇലക്ട്രോഫോറസിസ് ബഫറിൽ അതിനെ മിക്സ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ ബോയിൽ ചെയ്യുന്നു. ഇതിനുശേഷം നമുക്കത് ബോയിൽ ചെയ്ത ലിക്വിഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് എന്താ ജെൽ ഫോമിൽ വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ, ആ ഒരു സ്ട്രക്ചറിലാക്കി എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ജെല്ല് മിഠായികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അച്ചിൽ ഒഴിച്ചെടുത്ത് ആ ഒരു ഹാർട്ടിന്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കും. അതേ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഈ ജെല്ല് വേണ്ടത് ഒരു സ്ക്വയർ ഷേപ്പിലാണ്. അപ്പോൾ അതിനുവേണ്ടി കാസ്റ്റിംഗ് ട്രേയിലേക്ക് ഈ അഗറോസ് ജെല്ലിന്റെ ഈ സൊല്യൂഷനെ ഒഴിക്കുന്നു. ഈ ട്രേയിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ സൊല്യൂഷൻ പിന്നീട് എന്ത് ചെയ്യും, ഒരു ജെല്ലായിട്ട് മാറും. പക്ഷെ അതിലെന്ത് വേണം, നമുക്ക് DNA ഒഴിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്ലേസ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ലിക്വിഡ് ഒഴിക്കുന്ന സമയത്ത് തന്നെ ഒരു കോംബ്, ഒരു ചീപ്പ് പോലെയുള്ള ഒരു ലാബിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് കോംബ്. അപ്പം ആ കോംബ് കൂടെ എന്ത് ചെയ്യും, ഈ ഒരു ജെല്ലിന്റെ എൻഡിലായിട്ട് പ്ലേസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഈ ജെല്ല് കൂളായി കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ കോംബ് ഒഴിവാക്കുന്ന സമയത്ത് ഈ കോമ്പിന്റെ ഈ പല്ല് ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ എന്താ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. ഈ ഹോൾസിനെ പറയുന്ന പേരാണ് വെൽസ്. സോ ഈ വെൽസ് എന്ന് പറയുന്നത് എന്താ, ജെല്ലിലുള്ള ചെറിയ ചെറിയ പോക്കറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ പോക്കറ്റ്സിലേക്കായിരിക്കും നമ്മൾ നമ്മുടെ DNA ഫ്രാഗ്മെന്റ്സിനെ ഒഴിച്ചു വെക്കുന്നത്. പിന്നീട് ഈ ജെല്ല് കൂളായതിനു ശേഷം നമ്മൾ ഈ അഗറോസ് ജെല്ലിനെ എന്ത് ചെയ്യും, ഒരു ജെൽ ഇലക്ട്രോഫോറസിസ് ചേംബറിലേക്ക് റീപ്ലേസ് ചെയ്യും. പിന്നീട് ഈ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ അഗറോസ് ജെല്ലിന്റെ മുകളിലേക്ക് ഒരു റണ്ണിംഗ് ബഫറിനെ കൂടി ഒഴിക്കും. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു സ്റ്റെപ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കുക. അപ്പൊ എന്താണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എല്ലാ സ്റ്റെപ്സും പറയുന്നത്. അപ്പം ഈ ജെല്ലിന്റെ മുകളിലേക്ക് ഒരു റണ്ണിംഗ് ബഫറിനെ കൂടി ആഡ് ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഈ ഇലക്ട്രോഫോറസിസ് എന്ന പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് നടക്കുന്നതിന് വേണ്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, നമുക്ക് DNA ഈ വെൽസിലേക്ക് ആഡ് ചെയ്യണം. പക്ഷെ ഈ DNA ഫ്രാഗ്മെന്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് നമ്മുടെ നേക്കഡ് ഐസിനെ കൊണ്ട് ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു DNA ഫ്രാഗ്മെന്റ്സിനെ കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് കാണണമെങ്കിൽ ഇതിലേക്ക് ഒരു ഡൈ ആഡ് ചെയ്യണം, ഒരു സ്റ്റെയിൻ ആഡ് ചെയ്യണം. അപ്പം ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സ്റ്റെയിനിന്റെ പേരാണ് എത്തിഡിയം ബ്രോമൈഡ്. സോ DNA ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് ആണ്. നമ്മൾ ആഡ് ചെയ്യുന്ന ഡൈ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് ആണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും. സോ ആദ്യം തന്നെ ഈ DNA ഫ്രാഗ്മെന്റ്സിലേക്ക് എത്തിഡിയം ബ്രോമൈഡ് എന്ന സ്റ്റെയിൻ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഒരു മൈക്രോ പിപ്പറ്റ് യൂസ് ചെയ്ത് ഓരോ വെൽസിലേക്കും ഓരോരോ ഈ പോക്കറ്റ്സിലേക്കും DNA ഫ്രാഗ്മെന്റ്സ് ഈ വെൽസിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ജെൽ ഇലക്ട്രോഫോറസിസിന്റെ ഈ ചേംബർ നമ്മൾ അതിലേക്ക് പവർ കൊടുക്കുന്നു. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജെല്ലിന്റെ രണ്ട് സൈഡ്സിലായിട്ട് രണ്ട് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഒന്ന് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, ഒന്ന് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. നമുക്കറിയാം DNA എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പം ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള DNA എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡിലേക്ക്. അപ്പൊ എന്താ, വെൽസ് ഉള്ള ഭാഗത്ത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡിലേക്ക് DNA മൂവ് ചെയ്യും. അതെന്തുകൊണ്ടാണ്, ഇലക്ട്രിസിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡിൽ നിന്ന് പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡിന്റെ ഡയറക്ഷനിലേക്ക് DNA മോളിക്യൂൾസ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. സോ ഇപ്പം ഈ DNA ഫ്രാഗ്മെന്റ്സ് മൂവ് ചെയ്യുന്നുണ്ടോന്ന് നമ്മൾ എങ്ങനെ അറിയുന്നത്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന സ്റ്റെയിൻ ആഡ് ചെയ്തിട്ടുള്ളത്.
അപ്പം ഈ ഡിഡിയം ബ്രോമൈഡ് എന്ന് പറഞ്ഞ സ്റ്റെയിൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് UV ലൈറ്റിന്റെ പ്രസൻസിൽ, അൾട്രാവയലറ്റ് ലൈറ്റിന്റെ പ്രസൻസിൽ അത് ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നേക്കഡ് ഐസിനുണ്ട് ഈ DNA ഫ്രാഗ്മെന്റ്സിനെ ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ കാണാൻ പറ്റും. നമ്മൾ പഠിച്ചു DNA ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യുന്നു. പക്ഷേ ഈ ഇലക്ട്രിക് ഫീൽഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മോളിക്യൂൾസും സെയിം സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യം എന്താ? DNA ഫ്രാഗ്മെന്റ്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ അഗറോസ് ജെല്ല് ഹെൽപ്പ് ചെയ്യുന്നത്. അഗറോസ് ജെല്ല് എന്ന് പറയുന്നത് ഒരുപാട് പോൾസ് ഉള്ള ഒരു മീഡിയം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ഫ്രാഗ്മെന്റ്സിന് ഈ പോൾസിലൂടെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. എന്നാൽ നീളം കൂടിയ വലിയ ഫ്രാഗ്മെന്റ്സിന് ഈ ചെറിയ ഫ്രാഗ്മെന്റ്സ് മൂവ് ചെയ്യുന്ന അത്ര എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? ഈ സൈസിന്റെ ബേസിൽ ഇവര് മൂവ് ചെയ്യുന്നതിന്റെ സ്പീഡിൽ ഡിഫറൻസ് വരും. അതുകൊണ്ട് ചെറിയ സൈസുള്ള മോളിക്യൂൾസ് പെട്ടെന്ന് തന്നെ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് എത്തും. എന്നാൽ വലിയ സൈസുള്ള ഫ്രാഗ്മെന്റ്സ് കുറച്ച് സമയം എടുത്തായിരിക്കും ഈ താഴേക്ക് എത്തുന്നത്. ഈ ഒരു പ്രത്യേകത, അതായത് അഗറോസ് ജെല്ലിന്റെ ഈ ഒരു പ്രത്യേകതയാണ് സീവിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അഗറോസ് ജെല്ലിന്റെ ഈ സീവിങ് എഫക്റ്റ് കാരണമാണ് നമുക്ക് ഈ DNA ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പം നമ്മൾ ഓർത്തിരിക്കണം, ഈ അഗറോസ് ജെല്ലിൽ ചെറിയ ഫ്രാഗ്മെന്റ്സ് പോസിറ്റീവ് ഇലക്ട്രോഡിന്റെ അടുത്തേക്കായിട്ട് കാണാൻ പറ്റും. വലിയ ഫ്രാഗ്മെന്റ്സ് കുറച്ച് മൂവ്മെന്റ് മാത്രമേ കാണിച്ചിട്ടുണ്ടാവും. എന്നാൽ ചെറിയ ഫ്രാഗ്മെന്റ്സ് ഒരുപാട് ദൂരം മൂവ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ UV ലൈറ്റിന്റെ പ്രസൻസിൽ നമുക്ക് ഈ ഓരോരോ ഫ്രാഗ്മെന്റ്സും എത്രത്തോളം മൂവ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ജെൽ ഇലക്ട്രോഫോറസിസ് പെർഫോം ചെയ്തതിന് ശേഷം ഇതുപോലെ DNA ഫ്രാഗ്മെന്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കാണുന്നതൊക്കെ വലിയ ഫ്രാഗ്മെന്റ്സ് ആയിരിക്കും, ഇവിടെ കാണുന്നതൊക്കെ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിരിക്കും. ഇതിൽ നമുക്ക് വേണ്ട ഫ്രാഗ്മെന്റ്സ് ഏതാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും. അപ്പം അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഓൾറെഡി അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന പ്രോസസ്സ് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിലൂടെ നമ്മൾ ഹ്യൂമൻസിന്റെ DNA കംപ്ലീറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോരോ ക്യാരക്ടേഴ്സും കോഡ് ചെയ്തിട്ടുള്ള DNA സീക്വൻസ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പം അതിന്റെ ബേസിൽ നമുക്ക് വേണ്ട ക്യാരക്ടേഴ്സിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട സ്പെസിഫിക് ജീനിൽ എത്രത്തോളം ബേസ് പെയർസ് ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അതിന്റെ ബേസിൽ ഈ ആവശ്യമുള്ള DNA ഫ്രാഗ്മെന്റ്സിനെ നമുക്ക് അഗറോസ് ജെല്ലിൽ നിന്ന് കട്ട് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എലൂഷൻ. അപ്പം എലൂഷൻ എന്താണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്പൂളിംഗ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്പൂളിംഗ് എന്താണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. സോ ഇങ്ങനെയാണ് നമുക്ക് വേണ്ട സ്പെസിഫിക് ജീൻ സീക്വൻസിനെ അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് ഓപ്ഷണൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ചില റീകോംബിനന്റ് DNA ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു പ്രോസസ്സ് പെർഫോം ചെയ്യും, ചില റീകോംബിനന്റ് DNA ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു പ്രോസസ്സ് പെർഫോം ചെയ്യില്ല. അതാണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR. അതായത് നമുക്ക് കിട്ടിയ ചെറിയൊരു ഫ്രാഗ്മെന്റ് ഓഫ് DNA ആണ്. അപ്പം ആ കിട്ടിയ ഫ്രാഗ്മെന്റ് ഓഫ് DNAയുടെ എണ്ണം കൂട്ടുന്നത്, ഈ സെയിം ഫ്രാഗ്മെന്റിന്റെ ഒരുപാട് കോപ്പി ഉണ്ടാക്കുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള സ്റ്റെപ്പ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ സ്റ്റഡി ബോട്ടണിയുടെ ടെലഗ്രാം ചാനലും അതുപോലെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊക്കെ ജോയിൻ ചെയ്യാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.